ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമാണ്, ഈശ്വരകൃപയാൽ. ഞാൻ എവിടേക്ക് കൊണ്ടുപോകണമെന്നാണോ നിങ്ങൾ നോക്കുന്നത്? എൻ്റെ വീടിൻ്റെ ടെറസാണ് കേട്ടോ. നേരത്തെ ടെറസിൽ കുറച്ച് ഡോഗ്സിനെ ഇട്ടതുകൊണ്ട് അവിടെ സ്റ്റെപ്സ് വെക്കാതെ റാമ്പ് പോലെയാണ് ചെയ്തത്. ഇന്ന് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ. അവിടെ ഒന്ന് കവർ ചെയ്ത് ഒരു ഹാള് പോലെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതിങ്ങനെ 1 മാസം കൊണ്ടാണ് ആ പണി ഇങ്ങനെ പൂർത്തിയായത് കേട്ടോ. ആദ്യം അവർ ഒരു ഫുൾ ഫ്രെയിം അങ്ങ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സിമെൻറ്റ് ബോർഡ്സ് ഇല്ലേ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ സിമെൻറ്റ് ബോർഡ് വെച്ചാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാണ്. നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഈസിയാണെന്ന്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാസം എടുത്തു കേട്ടോ ചെയ്യാനായിട്ട്. ഒരു ഡോറ് വെച്ചു, അതോടുകൂടി അതിനൊരു നല്ലൊരു പ്രൈവസി കിട്ടുന്നത് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷം ആ ഗ്യാപ്പെല്ലാം ഗ്രില്ല് പോലെ വെച്ച് അതിനെ കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സൈഡിലായിട്ട് 7-8 കേജ് ചെയ്ത് അവിടെയാണ് ഞങ്ങളുടെ പഴയ പഗ്സിനെ കിട്ടുന്നത്. അതൊക്കെ മാറ്റണം. പിന്നെ കുറേ സാധനങ്ങൾ അവിടെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡിസ്പോസ് ചെയ്യണം. ആ അലമാര എടുത്ത് മാറ്റണം. നല്ല പണിയുണ്ട് കേട്ടോ. വൃത്തിയാക്കലൊരു ഗംഭീരം പണിയാണ്. വെന്റിലേഷൻ ഉദ്ദേശിച്ചതായി ഇവിടെ ഗ്രില്ല് മാത്രം ചെയ്യുന്നു. അവിടെ ഒരു ജനാലയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചവും കാറ്റും കിടക്കാൻ പാകത്തിനാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ ഇവിടേക്ക് കയറി വന്നത് ഒരു റാമ്പ് വഴിയല്ലേ വന്നത്. അത് മാറ്റി അവിടെ സ്റ്റെയർ കേസ് ആക്കി. അതുപോലെ എൻ്റെ മുൻവശത്തെ ബാൽക്കണി ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു മാറ്റം വരുത്താൻ പോവാണ്. അതായത് താഴേന്ന് ഈ ബാൽക്കണിയിലോട്ട് കയറാനായിട്ട് ഒരു സ്റ്റെയർ കേസ് പണിയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ആദ്യം ചെയ്തത് ആ അറ്റത്തെ പോർഷൻ, ബാൽക്കണിയുടെ എൻ പോർഷൻ പൊളിച്ച് ഒരു വഴിയുണ്ടാക്കി. അതുവഴിയാണ് സ്റ്റെയർ കേസ്. അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് ഈ സ്റ്റെയർ കേസ് കയറി ഈ ബാൽക്കണിയിലോട്ട് വന്നിട്ട് ഈ ബാൽക്കണിയിൽ നിന്ന് സൈഡിൽ കൂടെ കയറി വേണം മുകളിലോട്ട് പോകാൻ. ഇതൊക്കെ എന്തിനാണ് ചെയ്തതെന്ന് ഇനിയും ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കൺസ്ട്രക്ഷൻ തുടങ്ങി ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അത് തീരുന്നില്ല, അതിങ്ങനെ തൊട്ട് നീണ്ടു പോവാണ്. എന്തായാലും വല്ല വിധേനയും കൺസ്ട്രക്ഷനൊക്കെ പൂർത്തിയാക്കി. അതുമാത്രമല്ല, എല്ലാ വേസ്റ്റും എടുത്ത് കളഞ്ഞു. വീടൊക്കെ ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തു. അത്യാവശ്യം ചെറിയ പെയിൻറ്റിങ്ങും കൂടെ നടത്തി. ഇതാണ് സന്തോഷ്. സന്തോഷാണ് നേരത്തെ പാട്ട് പാടി നാടൻ കുണിയായ സന്തോഷ് വൈറലായി ഇപ്പോൾ. വീട്ടുകാരൊക്കെ സന്തോഷിന്റെ പാട്ടിനെ കുറിച്ചാണ് സംസാരം. സന്തോഷ് ഇപ്പൊ എനിക്ക് വേണ്ടി അസലായിട്ട് എല്ലാം ചെയ്തു തന്നു. വീട് ഫുൾ വൃത്തിയാക്കി തന്നു, പെയിന്റ് ചെയ്തു തന്നു, എല്ലാം ചെയ്തു തന്നു. ഇനി സന്തോഷം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആ ചേട്ടൻ പാടിയത് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ചേട്ടൻ ഒരു 4 വരി. പുൽക്കൊടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കൊടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഇത്രയും ചവറാണ് പുറത്തോട്ട് വന്നത്. ഇത് ഡിസ്പോസ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും അവയെല്ലാം ഒരു സാധനം പോലും ബാക്കി വയ്ക്കാതെ അത്രയും ഞാൻ ഡിസ്പോസ് ചെയ്തു. കുറേയൊക്കെ പൈസ കൊടുത്തെടുപ്പിച്ചു. ചിലതൊക്കെ എനിക്ക് ഇങ്ങോട്ടും പൈസ കിട്ടി കേട്ടോ. എന്തായാലും എൻ്റെ ഈ പുതുവർഷത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ചവറും ഞാൻ ഇനി വീട്ടിനകത്തേക്ക് കയറ്റില്ല. കംപ്ലീറ്റ് ആയ ഹാളിൽ ഞാനൊരു ചുമർ ചിത്രം വരയ്ക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗണപതി ഭഗവാനെ വരച്ച് ഞാൻ പൂർത്തിയാക്കി. ഇപ്പോൾ ഞാനൊരു സാധാ പെൻസിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ മാത്രമേ സ്കെച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നല്ല ഭംഗിയായിട്ട്
പെയിൻറ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, മറ്റ് സ്പേസിലൊക്കെയും ഞാൻ കുറേ പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വരച്ച് കളർ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഗണപതി വരച്ച് പൂർത്തിയാക്കി. ഇനിയിപ്പോൾ കാര്യം പറയാമല്ലോ. ഇത്രയുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്വന്തം സ്ഥലത്ത് ഒരു ഡാൻസ് ക്ലാസ്. അങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ജാനുവരി 1 തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം എന്നും തീരുമാനിച്ചു. വളരെ പെട്ടെന്നാണ് ഇതെല്ലാം തീരുമാനിച്ചത്. അപ്പോൾ ഇനോഗ്രേഷൻ എങ്ങനെ വേണമെന്നായി. ഗസ്റ്റിനെ വിളിക്കണമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ വളരെ ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഇസ്കോൺ ടെമ്പിളില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് സൗഭാഗ്യ സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആ ഇസ്കോൺ ടെമ്പിളെ അവിടുത്തെ ഹെഡായ പ്രഭു ജഗത് സാക്ഷി അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് വിളക്ക് കൊളുത്തി തുടങ്ങാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെറിയ ഒരുക്കങ്ങൾ വേണമല്ലോ. അതാണ് ഞാൻ ഈ ചെയ്യുന്നത്. അവിടുത്തെ ആവശ്യമുള്ള വിളക്കൊക്കെ ഞാൻ ആദ്യം തേച്ച് റെഡിയാക്കി വെച്ചു. പുളി വെച്ച് ആദ്യം നല്ലപോലെ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഷ് വാഷർ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തേച്ച് കഴുകിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയാവുകയും ചെയ്യും, നല്ല പളപളാന്നാവുകയും ചെയ്യും. അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഈ ചെങ്കലിൻ്റെ പൊടിയുണ്ടല്ലോ, അതിനെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അത് വെച്ച് വിളക്ക് തേച്ചാൽ ഇങ്ങനെ വിളക്കിങ്ങനെ ഡാസ്ലിങ് ക്ലീൻ ആവും. അത് ഇങ്ങനെ പളപളാന്നിരിക്കുന്ന കാണാം. ഇന്നിപ്പോൾ ചെങ്കൽപ്പൊടിക്ക് എവിടെ പോകാൻ? അഥവാ ചെങ്കൽപ്പൊടി കിട്ടിയാൽ നമ്മളത് തേക്കാനായിട്ട് സിങ്കിലിട്ട് തേക്കാൻ പറ്റത്തില്ലല്ലോ. സിങ്കെല്ലാം ക്ലോഗ് ചെയ്ത് പോകത്തില്ലേ? പണ്ടൊക്കെ മുറ്റത്തിട്ടല്ലേ തേക്കുന്നത്. അതെല്ലാം ഒരു കാലം അല്ലേ? അങ്ങനെ വിളക്കെല്ലാം തേച്ച് റെഡിയാക്കി. ഇനി ചെയ്യേണ്ടത് പ്രസാദം ഉണ്ടാക്കണം. സാധാരണ കുറച്ച് കാര്യമായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കും. ഇന്ന് എനിക്ക് സമയത്തിൻ്റെ ഒരു കുറവുണ്ട്, പിന്നെ അല്പം ടയേർഡുമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവൽ നനച്ച് വെക്കാമെന്ന്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടം അവലാണല്ലോ. കുചേലൻ കൊണ്ടു കൊടുത്തതിൽ ഭഗവാന് ഏറ്റവും മനസ്സ് നിറഞ്ഞത് ആ അവലാണെന്ന് നമ്മൾ പലവട്ടം മനസ്സിലാക്കിയിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ അവൽ നനയ്ക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ സാധനങ്ങളൊക്കെ റെഡിമെയ്ഡായിട്ട് ഇൻസ്റ്റമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അവലിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു, ശർക്കര പൊടിച്ചതൊരു പാക്കറ്റ് മേടിച്ചു, നമ്മുടെ ഞാലിപ്പൂവൻ പഴമില്ലേ, രസകദളിപ്പഴം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്, അത് കുറച്ച് മേടിച്ചു വെച്ചു. അതുപോലെ ഗ്രേറ്റഡ് കോക്കനട്ട് അതും മേടിച്ചു വെച്ചു. ഇപ്പോൾ ലൈഫിൽ നമുക്ക് വളരെ ഈസിയല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ ശർക്കര മേടിച്ച് അതിനെ ഇടിച്ച് പൊടിച്ച് അങ്ങനെ ചെയ്യണം. തേങ്ങയാണെങ്കിൽ മേടിച്ച് അതിനെ ചിരകിയൊക്കെ റെഡിയാക്കണം. ഇന്ന് എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനോട് നന്ദി പറയുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു അവൽ നനച്ചതുണ്ടാക്കി.
അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ റെഡിയാക്കിയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വീണ്ടും എൻ്റെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയി കേട്ടോ. രാവിലെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി ഫുൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അങ്ങിട്ടായിരുന്നേ. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. പ്രാർത്ഥിച്ച് എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിതാ എത്തിയേ. ഭഗവാന്റെ വിഗ്രഹം, അത് ഇനോഗ്രേഷൻ ആവശ്യമുള്ള വിളക്ക്, ആ തട്ടം, പൂക്കള്, പ്രസാദം, അങ്ങനെ ആവശ്യമുള്ള എല്ലാം ഓർത്ത് ഞാൻ അവിടെ കൊണ്ടിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അയ്യോ പാവം, താര എല്ലാം ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഇതാ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതേ കാണുന്നില്ലേ ആ പൂച്ചക്കുട്ടി? അവൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് BW പൂച്ചറാണി എന്നാണ്. പൂച്ചു എന്ന് ഞാൻ വിളിക്കും കേട്ടോ. BW എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചറാണി. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഒരു സ്ട്രേ കാറ്റാണ്, ഇങ്ങനെ കയറി വന്നതാണ്. വീട്ടിനകത്ത് ഞാൻ കയറ്റാറില്ല, പക്ഷേ അവൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കും. ഭയങ്കര സ്നേഹപ്രകടനമാണ്. അവളുടെ കുറേ നല്ല ഷോർട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യും കേട്ടോ. അവളുടെ സ്നേഹം കാണേണ്ടതാണ്. ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആണ് ആൾ. എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്നെ പാടുപെടുത്തുമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് എഴുതി വെക്കും. എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ എവിടെ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ച് ചെയ്യും. ഇപ്പം അത്രയൊന്നും ഞാൻ മെനക്കെടാറില്ല. ഓർത്തപ്പം അങ്ങ് ചെയ്യുവേ. അപ്പോൾ അതിനകത്തൊരു അപാകത എന്ന് പറയുന്നത് അത്യാവശ്യം 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ ഞാൻ എല്ലാം എടുത്തു വെച്ച് ഞാൻ തീപ്പെട്ടി എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അത് ഇനോഗ്രേഷൻ സമയത്ത് പ്രഭു എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എഴുതി വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആക്ച്വലി ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് നടരാജരുടെ ഒരു പെയിൻറ്റിങ് ഞാൻ തന്നെ വരയ്ക്കാമെന്നാണ്. സമയം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഒരു ചിത്രം വാങ്ങിച്ച് അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ 2-3 സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. ഒരൊറ്റ അമ്പലത്തിൽ പോലും ഇപ്പോൾ ചിത്രങ്ങളൊന്നും കിട്ടാനേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻ്റർനെറ്റിലും ഫോണിലുമൊക്കെ സുലഭമായതുകൊണ്ട് ഇത്തരം കച്ചവടങ്ങളിപ്പോൾ പാടേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നടരാജരുടെ വിഗ്രഹമാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത്. പിന്നെ ഞാൻ വിനായക ചതുർത്ഥിക്ക് ഒരു ഗണപതി ഉണ്ടാക്കിയില്ലേ, ആ വിഗ്രഹം വെച്ചു. പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്ന കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ടല്ലോ, അത് വെച്ചു. മൂകാംബിക ദേവിയുടെ പടം വെച്ചു. ശ്രീപത്മനാഭസ്വാമിയുടെ ഒരു പടവും കൂടെ വെച്ചു. എന്നിട്ട് വിളക്കൊക്കെ ഒരുക്കി. കുറച്ച് പൂക്കളൊക്കെ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ തന്നെ മേടിച്ചിരുന്നു. അതെല്ലാം റെഡിയാക്കി വെച്ചു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 4 മണിയായി കേട്ടോ. ഇനോഗ്രേഷൻ വൈകിട്ട് 5:30 മണിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ഉടുക്കുന്ന സാരി, എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ. ഞാൻ ഉടുത്തിട്ടില്ല, ഇന്നാണ് ആദ്യമായിട്ട് ഉടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് റെഡി ആവാണ്. ഞാൻ ഏകദേശം റെഡിയായി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് വന്നു. ആരാണെന്നല്ലേ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിക്കുട്ടി വരുന്നതും ഗിഫ്റ്റ് തന്നതൊന്നും ഞാൻ ഇതിനെ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം അനിക്കുട്ടിയുടെ പ്രൈവസിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണിത് ഇടാത്തത് കേട്ടോ. അനിക്കുട്ടിയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് തന്നിട്ട് പോയത്. എനിക്ക് വലിയ സന്തോഷമായി. അനിക്കുട്ടി വന്നു പോയ ശേഷം ഞാൻ വീണ്ടും റെഡി ആവുകയാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സിങ് പറയുന്നത് വളരെ ട്രഡീഷണലായിട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഡാൻസ് ക്ലാസ്സും അതിന് ഇനോഗ്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ കുറച്ച് ട്രഡീഷണലായിട്ട് തന്നെ വേണം എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുങ്ങുന്നതിനെക്കുറിച്ചും കൂടെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ എനിക്ക് വായിക്കാനും നിങ്ങളുടെ സജഷൻസൊക്കെ എനിക്ക് സ്വീകരിക്കാനും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ വിളക്കൊരുക്കാനുള്ള പൂക്കളൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ തലയിൽ ചൂടാനുള്ള പൂ നോക്കിയപ്പോൾ ഒക്കെ വാടിയിരിക്കുക. തലേ ദിവസത്തെ പൂക്കളെ എവിടെ കണ്ടുള്ളൂ, നല്ല പോലെ വാടിയിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ തലയിൽ ചൂടാനുള്ള പൂവ് മേടിച്ചില്ല. അതെനിക്കൊരു വലിയ സങ്കടമായിപ്പോയി കേട്ടോ. ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ഇത്രയും ട്രഡീഷണലായിട്ടൊക്കെ റെഡിയാവുമ്പോൾ, പ്രത്യേകിച്ച് അമ്മ തന്ന ഈ സാരിയൊക്കെ ഉടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പൂ കൂടെ കിട്ടിയിരുന്നെങ്കിലെന്ന് ശരിക്കും ഞാൻ കൊതിച്ചായിരുന്നു. പക്ഷേ കിട്ടിയില്ല. എന്നാൽ പിന്നെ ബാക്കി ഒരുക്കങ്ങളൊക്കെ ആവാമെന്ന് വിചാരിച്ച്
ഞാൻ അത്യാവശ്യം എൻ്റെ സ്ഥിരം ഒരുങ്ങുന്ന സ്റ്റൈലുണ്ടല്ലോ, അതുപോലെ ഒരു പൊട്ട് തൊട്ടു, ഇച്ചിരി ഐബ്രോസൊക്കെ ഷെയ്ഡ് ചെയ്തു. ഇപ്പം ഞാൻ കണ്ണെഴുതുമ്പോൾ 2 വാല് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ടെയിൽ എന്ന് പറയില്ലേ നമ്മൾ, അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതെനിക്ക് കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. എൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്പിയറൻസിന് അത് ചേരുന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പറയണേ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട്, യെസ്, ബാംഗിൾസ്. ഈ ബാംഗിൾസ് സൗഭാഗ്യം വാങ്ങിച്ചു തന്നതാണ്. ഞാനത് എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരിത്തിരി പൂവിൻ്റെ കുറവല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വളരെ സന്തോഷവതിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയതും. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച എൻ്റെ ഡാൻസ് ക്ലാസ്, അതും എൻ്റെ സ്വന്തം സ്ഥലത്ത്. ഈശ്വര, അതൊരു വലിയ ഭാഗ്യമല്ലേ. എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മാത്രമേ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് ടൈം അല്ലേ, മറ്റുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കൂടെ ഒരുമിച്ച് വേറൊരു ദിവസം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം ഇസ്കോൺ ടെമ്പിളിൻ്റെ ഹെഡ് ശ്രീ ജഗത് സാക്ഷി പ്രഭു കൃത്യസമയത്തിന് എത്തിയട്ടോ. അദ്ദേഹത്തിൻ്റെ കൂടെ കീർത്തൻ പാടാനായിട്ട് ഡിവോട്ടീസും കൂടെ എത്തിയായിരുന്നേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 പ്രഭു തീപ്പെട്ടി ചോദിച്ചപ്പോഴാണ് അത് എടുത്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതെടുക്കാനായിട്ട് ഓടിയത്. അപ്പോഴേക്കും എൻ്റെ സ്റ്റുഡൻസൊക്കെ എത്തി. സൗഭാഗ്യ, സുദർശന, അർജുൻ അവരും എത്തിയായിരുന്നു. ഞാൻ വിളിച്ച എല്ലാ സ്റ്റുഡൻസും എത്തിയില്ല, കുറച്ച് പേരേ വന്നുള്ളൂ. എനിക്ക് ഹെയർ ക്ലിപ്പ് ഗിഫ്റ്റ് ചെയ്ത അക്ഷയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അക്ഷയ് എനിക്ക് കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പൂവില്ല എന്നുള്ള സങ്കടം തീർന്നു. അത് മുഴുവൻ ഞാനെടുത്ത് തലയിൽ വെക്കുകയും ചെയ്തു.
എൻ്റെ അറിവ് വെച്ച കാലം മുതൽ ഈ കലയെ ഉപാസിക്കുന്ന ഒരു കലാകാരി എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ, സ്വന്തമായിട്ടൊരു ഡാൻസ് ക്ലാസ്. ഇത്രയും കാലം പല സ്ഥലങ്ങളിലായിട്ട് റെൻറ്റിനാണ് ക്ലാസ് നടത്തിയിട്ടുള്ളത്. ചില സമയത്ത് താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് ക്ലാസ്, അല്ലാത്തപ്പോൾ ഒരു ഹാളെടുത്ത് ക്ലാസ് നടത്തുന്നു. ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്. ചിലർ വാടക കൂട്ടി പറയും, കുട്ടികൾ കൂടുതൽ വരുന്ന കാണുമ്പോൾ അവർക്ക് വിഷമം വരും, പാർക്കിംഗ് തരില്ല, പല രീതിയിലുള്ള ഹെറാസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പേരൻസിനെ അകത്ത് കയറാൻ സമ്മതിക്കില്ല, കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന് പറയുക. അങ്ങനെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കുക. ഒരുവിധം നമ്മളൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾ അവിടെ നിന്ന് മാറാൻ പറയുക. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്ത് പോലും ഒരു ഡാൻസ് ക്ലാസ് നോക്കി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞവർ പിന്നീട് ഒരു കാരണം പറയാതെ തരില്ല എന്ന് വിളിച്ച് പറയുമായിരുന്നു. ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. എന്തായാലും അതൊക്കെ ഒത്തിരി മനപ്രയാസം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു പരിശ്രമത്തിന് ശേഷം ഈശ്വരനായിട്ട് അനുഗ്രഹിച്ച് കനിഞ്ഞ് എൻ്റെ സ്വന്തം സ്ഥലത്തിൽ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്, എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും എൻ്റെ ഒരു സ്വന്തം സ്ഥലം, എന്നെ ആരും ഇറങ്ങിപ്പോവാൻ പറയാത്ത, എന്നെ ആരും ഹെറാസ് ചെയ്യാത്ത എൻ്റെ സ്വന്തം ഒരു സ്ഥലത്ത് ഞാൻ ഉപാസിക്കുന്ന എൻ്റെ കല പഠിപ്പിക്കാനും അത് ശീലിക്കാനും ഒക്കെ ഒരു സ്ഥലമായിട്ട് എനിക്ക് കിട്ടിയതിൽ അങ്ങേയറ്റത്തെ സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. ഞാനൊരു സുധാപൂവിൻ്റെ പ്രായത്തിൽ ആയിപ്പോയി എന്ന് തന്നെ പറയാം കേട്ടോ. അത്ര ഒരു ചെറിയ കുട്ടിയെ പോലെ എനിക്ക് നൃത്തം ചെയ്യാനും കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനും ഒക്കെ എനിക്ക് തോന്നി. ഈശ്വരനോട് ഒരുപാട് നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും എനിക്ക് വേണം കേട്ടോ. എൻ്റെ ശിഷ്ടകാലം എൻ്റെ ഈ കല എനിക്കറിയാവുന്നതുപോലെ, എനിക്ക് പറ്റുന്നതുപോലെ ഇവിടെ എനിക്ക് പഠിപ്പിക്കുവാനും അഭ്യസിക്കുവാനും അത് ശീലിക്കുവാനും ഒക്കെ സാധിക്കണമേ എന്നാണ് പ്രാർത്ഥന. എല്ലാവർക്കും ഇരിക്കാനുള്ള പായ, അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂക്കളൊക്കെ കൊണ്ടുവന്നത് സൗഭാഗ്യ അർജുനും കൂടി ചേർന്നാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായി എനിക്ക്. അങ്ങനെ കുട്ടികളുടെ ഹെൽപ്പോടുകൂടി അവിടെയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. ഞങ്ങൾ കീർത്തൻ കഴിഞ്ഞതും നമ്മുടെ ജഗത് സാക്ഷി പ്രഭു നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ ഇരുത്തി ഒരു ചെറിയ പ്രഭാഷണം പോലെ ചെയ്തു. വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സായിരുന്നു അത്. നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അതൊരു വലിയ ഭാഗ്യമാണ്. ഗുരുമുഖത്ത് നിന്ന് നമുക്കത് കേൾക്കാൻ സാധിക്കുക. കേട്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നന്മയുണ്ടാക്കാൻ ഫലപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അവിടുത്തെ ശബ്ദം കാരണമാണ് ഈ ഡിസ്കോഴ്സ് എനിക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. സോറി കേട്ടോ. അങ്ങനെ ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഡാൻസ് സ്കൂളിൽ അവിടെ എത്തിയ കുട്ടികളെ വെച്ച് ഞാൻ ആദ്യത്തെ ഡാൻസ് ക്ലാസ് ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുന്നേ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇത് ആരംഭിച്ചു വെച്ച എൻ്റെ അമ്മ ശ്രീമതി സുബ്ബലക്ഷ്മി, അമ്മയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അമ്മയുടെ അഭാവം ഒരു നീറുന്ന ഓർമ്മയായിട്ട് എന്നും ഉള്ളിൽ തന്നെയുണ്ട്. ഇത് തുടങ്ങിയപ്പോൾ അമ്മ ഇട്ട പേര് ശ്രീ മൂകാംബിക അക്കാഡമി എന്നാണ്. അത് കുറച്ച് കാലത്തിന് ശേഷം, അതായത് രാംചേട്ടൻ എൻ്റെ ലൈഫിൽ വന്ന ശേഷം രാംചേട്ടൻ അതിനെ ശിവാലയ എന്നാക്കി. ആ പേരിട്ട ശേഷമാണ് ഞങ്ങളുടെ സ്ഥാപനം ഒത്തിരി വലുതായത് കേട്ടോ. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കാൻ വന്നത് ആ സമയത്താണ്. അപ്പോഴാണ് അർജുനൊക്കെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റായി.
ആ സമയത്താണ് രാജേട്ടൻ അതിനെ വീണ്ടും പേര് മാറ്റി താരാ കല്യാൺ ഡാൻസ് ക്ലാസ് എന്നാക്കുന്നത്. കാരണം രാജേട്ടൻ പറഞ്ഞു ആ പേരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, താര പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ പേരിരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പേര് മാറ്റി. ഇന്നും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇന്ന് എൻ്റെ സ്ഥാപനം ഏറ്റവും സേഫായിട്ട് മുന്നോട്ട് പോകുന്നത് അർജുനും സൗഭാഗ്യവും കൂടി അത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. തീരെ ചെറിയ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നില്ല, അവരൊക്കെ സൗഭാഗ്യം സമീപിച്ചാൽ മതി. കുറച്ച് വലിയ കുട്ടികൾ, അതായത് എൻ്റെ ഈ ശബ്ദത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് നമ്മൾ വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ പഠിപ്പിക്കണം. കുറച്ച് മുതിർന്നവരാകുമ്പോൾ കുറച്ച് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മുതിർന്നവരെ പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ, പഠിച്ചു മറന്നു പോയവർ, പുതുതായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണേ. ഗ്രീനിൽ തൊടു കൊച്ചു, ഗ്രീനിൽ തൊടു. തിരിച്ച് തിരിച്ച് തിരിച്ച്. ആ അങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. വെജിറ്റേറിയൻ പ്ലം കേക്കാണ് എനിക്ക് കൊണ്ടുതന്നത്. അഞ്ജലി, ഗോപിക, കാർത്തിക, അക്ഷയ, പിന്നെ എനിക്ക് ഈ കാജു കട്ട്ലി വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അതും ഓർത്ത് കുട്ടികൾ മേടിച്ചുകൊണ്ട് വന്നു. അക്ഷയ നിറച്ച് പൂക്കൾ കൊണ്ടു തന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് സംരംഭത്തിൻ്റെ എളിയ തുടക്കം ഗംഭീരമാക്കി തന്നു എല്ലാവരും കൂടെ ചേർന്ന്. എൻ്റെ അമ്മ കണ്ട സ്വപ്നം ഇന്ന് എൻ്റെ സായുജ്യം, നാളെ സുദർശനയുടെ സൗഭാഗ്യം. ഈ സന്തോഷത്തിൽ കുറച്ച് നേരം സൗഭാഗ്യയും സുദർശനും അർജുനും കൂടെ എൻ്റെ കൂടെ വന്ന് താഴെ വന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിനായക ചതുർത്ഥിക്ക് മേടിച്ച കുറച്ച് ക്ലേ ഉണ്ടായിരുന്നു, അത് സുദർശനയ്ക്ക് കൊടുത്തപ്പോൾ സുദർശന ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അത് വെച്ച് കുറേ നേരം മോള് കളിച്ചു. ഒരുമിച്ചാക്കി ബോളാക്കിക്കേ, എല്ലാം ഒരുമിച്ച് ബോളാക്കിക്കേ, എല്ലാം ഒരുമിച്ചാക്കി ഒരുമിച്ചാക്കി. എന്താ ഇത് മതി, എല്ലാം പൊടിക്കും, ഇത് വെച്ച് കളിക്കണം. എല്ലാം ഇപ്പോൾ വേണ്ട, ഇത് വെച്ച് കളിക്കും. കണ്ടോ? ചെയ്യാം. Look at that.
കപ്പുണ്ടാക്കി കപ്പുണ്ടാക്കി അതോടെ അടുത്തത് താങ്ക് യു. കപ്പുണ്ടാക്കി തന്നെ കപ്പ് മഗ് ഗ്ലാസ് തൊട്ട് ആ തരട്ടെ. അയ്യോ മോനെ. അയ്യോ മോനെ. ഗ്ലാസ് വെള്ളം കുടിച്ചേ. വെള്ളമോ? പിങ്ക് പിങ്ക് ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ ബെഞ്ചമിൻ. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്ക് വേണേ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.